കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ വടക്കാഞ്ചേരിയിൽ ഭരതൻ സാറിൻ്റെ അനുസ്മൃതി ഉണ്ടായ സമയത്ത് അവിടെ വന്ന അതിഥികളെല്ലാവരും കൂടുതലായിട്ടും ചർച്ച ചെയ്ത ഒരു സിനിമയാണ് രതി നിർവേദം. പ്രണയത്തിന് പ്രായമുണ്ടോ ഇല്ലയോ, അത് പച്ചയായിട്ട് എങ്ങനെ കാണിക്കുന്നു എന്നെല്ലാമായിരുന്നു അന്നത്തെ അവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇതിൽ അഭിനയിച്ച ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണുള്ളത്. അതിലെ ആ പയ്യനായിട്ട് അഭിനയിച്ച ജയഭാരതി മാം അഭിനയിച്ച ആ ക്യാരക്ടറിനോട് പ്രണയം തോന്നുന്ന ആ പയ്യനായിട്ട് അഭിനയിച്ച കൃഷ്ണചന്ദ്രൻ സർ. 1978 മാർച്ചിൽ ഇറങ്ങിയ ഒരു ന്യൂ ജനറേഷൻ മൂവിയായിരുന്നു രതി നിർവേദം. നമ്മുടെ ഇന്നത്തെ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ന്യൂ ജനറേഷൻ മൂവി എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിക്കേണ്ടി വരും, അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം പത്മരാജൻ സാറും ഭരതൻ സാറും എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പുതുമകൾ കൊണ്ടുവന്നിട്ടുള്ള കലാകാരന്മാരാണ്. ഈ സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് ചൈൽഡ് വെൽഫെയറിൻ്റെ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയി. കേരളത്തിൽ നിന്ന് 4 കുട്ടികൾ, പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ആ ക്യാമ്പ് 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം ഓൾ ഇന്ത്യ റേഡിയോയിൽ വെച്ചിട്ട് ഞങ്ങളെ ബാലലോകത്തിന് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തത് പത്മരാജൻ സാറായിരുന്നു. അപ്പോൾ പത്മരാജൻ സാർ അന്ന് തന്നെ എൻ്റെ അഡ്രസ്സ് വാങ്ങി വെച്ചു. അത് ഇതിനു വേണ്ടിയായിരുന്നു, രതി നിർവേദത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് പിന്നീടാണ് അറിഞ്ഞത്. അത് 1974 ഇത് നടന്നത്. ഈ സിനിമ റിലീസ് ചെയ്തത് 78-ലാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം 74, അതിൻ്റെ ഒരു 4 കൊല്ലം മുൻപ്. എന്നിട്ട് പിന്നെ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ നിലമ്പൂർ പഠിക്കുന്ന സമയമായിരുന്നു എൻ്റെ നാട്ടിൽ. അതിനുശേഷം ചിറ്റൂർ കോളേജിൽ വന്നിട്ട് ഞാൻ BA മ്യൂസിക് പഠിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പത്മരാജൻ സാറിൻ്റെ വൈഫ് ഹൗസ് ചിറ്റൂരാണ്, പാലക്കാട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛനും എൻ്റെ അച്ഛനും നമ്മൾ റോഡിൽ വെച്ചൊക്കെ കണ്ട് പരിചയപ്പെടുന്നു. ഈവനിങ് വാക്കുകളിലൊക്കെ അവർ ഒരുമിച്ച് പോകുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് അയച്ചു തരാൻ പറയുന്നു. ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നു. 1976 ഈ രതി നിർവേദത്തിൻ്റെ തന്നെ ഒരു പ്ലാൻ ഉണ്ടായിട്ട് പിന്നെ അത് സംഭവിച്ചില്ല, അത് നടന്നില്ല. 77-ലാണ് പിന്നീട് ഒരു ഫോൺ നമ്പർ തന്നിട്ട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറയുന്നു. മദ്രാസിലേക്കുള്ളൊരു നമ്പർ ഈ പത്മരാജൻ സാറിൻ്റെ അമ്മയുടെ വൈഫിൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു നമ്പർ തരികയും ഞാൻ ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അത് ഹരി പോത്തൻ എന്നുള്ള സുപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പ്രശസ്തനായ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ നമ്പറായിരുന്നു. അവിടെ വിളിച്ചപ്പോൾ പത്മരാജൻ സാറാണ് എടുത്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ പുറപ്പെട്ട് വരിക മദ്രാസിൽ, ക്യാമറ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, നീ മാത്രമല്ല കുറച്ച് കുട്ടികളും കൂടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛന് വരാൻ ലീവ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടി അയച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ ഞാനും വേറൊരു കുട്ടിയും, ഭരതൻ സാറ് സജസ്റ്റ് ചെയ്ത വേറൊരു കുട്ടിയും പിന്നെ പത്മരാജൻ സാറ് സജസ്റ്റ് ചെയ്ത് ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ക്യാമറ ടെസ്റ്റൊക്കെ നടത്തി നോക്കി. തിരിച്ച് സുപ്രിയയുടെ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ഈ നോവൽ വായിക്കാൻ തരുന്നു. അപ്പോഴൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയുന്നു വായിച്ചു നോക്കിക്കോളാൻ പറഞ്ഞു. ഞാനൊരു 40-45 മിനിറ്റ് കൊണ്ട് ഇത് വായിച്ചു തീർത്തപ്പോഴാണ് പറയുന്നത് ഇതിലെ പപ്പു എന്നുള്ള ക്യാരക്ടറാണ്. കാരണം ഞാൻ ആദ്യം വായിച്ചപ്പോൾ വിചാരിച്ചത് ഇതിലിപ്പോൾ ആരായിരിക്കും, അനിയൻ്റെ ക്യാരക്ടറായിരിക്കും, ഒരു തടിയൻ കുട്ടിയുണ്ട്, അവൻ്റെ റോളായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പപ്പു എന്നുള്ളതിലെ പ്രധാന കഥാപാത്രമാണെന്നുള്ളത് നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് പത്മരാജൻ സാർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞാൽ അതിലെ പപ്പു എന്നുള്ള കഥാപാത്രമാണ് നീ ചെയ്യാൻ പോകുന്നതെന്നും കൂടി പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ അന്തം വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അതിൻ്റെ ഒരു വരും വരായികകളെ പറ്റിയൊന്നും ആ സമയത്ത് ചിന്തിച്ചില്ല. കാരണം ഇതിങ്ങനെ ഒരു സബ്ജക്റ്റാണ്, അത് വീട്ടിൽ സമ്മതിക്കുമോ? കാരണം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടില്ല ഈ ക്യാമറ ടെസ്റ്റിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് കൂടെയുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് പാലക്കാട്ടേക്ക് വരുന്നു. അച്ഛനോടും അമ്മയോടും ഇതിൻ്റെ കഥയൊക്കെ ഇങ്ങനെ ഒരു 1 ലൈനിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊരു പ്രായം കൂടുതൽ, ഒരു 2-3 വയസ്സ് കൂടുതലുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു അടുപ്പമാണ് ഈ പയ്യൻ്റെ എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുത്ത ഈ സിനിമയുടെ കഥ. കാരണം മുഴുവൻ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കുമായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അച്ഛൻ പിന്നെ ഷൂട്ടിങ്ങൊന്നും കാണാൻ വന്നില്ല, കാരണം അച്ഛന് സമയമില്ലായിരുന്നു. അത് കാരണം സിനിമ ഇറങ്ങിയപ്പോഴാണ് അവരൊക്കെ കണ്ടത് ഇതൊക്കെയാണ് അതിലെ കഥ എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ പുതിയ രതി നിർവേദം വന്നപ്പോഴേ അതിൽ അഭിനയിച്ച നായകൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നാണ് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ രാജേഷ് എന്നുള്ള എൻ്റെ ക്യാരക്ടർ ചെയ്ത ആൾ പറഞ്ഞത്, പുതിയ പപ്പുവായിട്ട് അഭിനയിച്ച ആൾ പറഞ്ഞത് അവരുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര എതിർപ്പായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവർക്ക് അറിയാമായിരുന്നല്ലോ കഥ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അറിയുമായിരുന്നില്ല ഇതിൻ്റെ കഥ എന്താണെന്നുള്ളത്. അത് കാരണം അവർ സമ്മതിച്ചു, ഞാൻ പോയി അഭിനയിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ജയഭാരതി ചേച്ചി വരുന്നത്. ജയഭാരതി ചേച്ചി വന്ന പോലെ തന്നെ എനിക്ക് ടെൻഷനാവാൻ തുടങ്ങി. കാരണം ഇനിയാണല്ലോ നമ്മുടെ മെയിൻ സീൻസൊക്കെ എടുക്കാൻ പോകുന്നത്. ആദ്യം ഭാരതി ചേച്ചി വന്നതിന് ശേഷം ആദ്യത്തെ 2-3 ദിവസമൊക്കെ വളരെ സാധാരണ പോലെയുള്ള സീൻസാണ്. പിന്നെ ആദ്യമായിട്ട് കുറേ നാട്ടുകാർ നോക്കി നിൽക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഭാരതി ചേച്ചിയെ കെട്ടിപ്പിടിക്കേണ്ട ഒരു സീൻ വരുന്നത്.
ഭയങ്കര ടെൻഷനായിരുന്നു. കാണുന്നവർക്ക് വളരെ സന്തോഷം തോന്നിയിരിക്കാം, പക്ഷേ നമ്മൾ അഭിനയിക്കുമ്പോൾ ഇത്രയും പേര് നോക്കി നിൽക്കുകയാണെന്നുള്ള കാര്യം കൂടി ഓർമ്മ വേണം. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് ഭാരതി ചേച്ചിയാണ് ഞാൻ മടിച്ച് സർ റിഹേഴ്സൽ വേണ്ട നമുക്ക് ടേക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ സമയത്തും ഭാരതി ചേച്ചിയാണ് എന്നെ ഉത്സാഹപ്പെടുത്തി. നിങ്ങൾ പുതിയ ആർട്ടിസ്റ്റാണ്, ശരിയാവില്ല, നമ്മൾ റിഹേഴ്സൽ ചെയ്താലേ ക്യാമറാമാനും നമ്മൾ എവിടേക്കും മുഖമൊക്കെ ഇവിടെ ഫ്രെയിം ഔട്ട് പോകാതിരിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാനുണ്ട്, നിങ്ങൾക്കറിയില്ല, നിങ്ങൾ പുതിയതായിട്ട് അഭിനയിക്കുകയാണ്, കമോൺ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവരെ വളരെ പ്രൊഫഷണലാണ് ഭാരതി ചേച്ചിയൊക്കെ. അപ്പോൾ അങ്ങനെയാണ് അതിൽ വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് അഭിനയിക്കാനൊക്കെ പറ്റിയത്. ഇതിൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടി സർപ്പക്കാവിൽ മീറ്റ് ചെയ്യുന്നതാണ്. അത് ആദ്യം ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്തു നെല്ലിയാമ്പതിയിൽ വെച്ചിട്ട്. ഭരതേട്ടനും പത്മനാഭ സാറിനും അത് എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. രണ്ടാമതൊരു പ്രാവശ്യം ഷൂട്ട് ചെയ്തു, അതും എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തോ ഒരു കുറവുള്ളത് പോലെ അവർക്ക് തോന്നുവാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ ഷെഡ്യൂൾ പാക്കപ്പ് ആവുകയാണ്. ഷെഡ്യൂൾ പാക്കപ്പായി ഞങ്ങൾ ചെന്നൈയിലെത്തുന്നു, ഞങ്ങൾ ഡബ്ബിങ്ങിനും എഡിറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. അവിടെ എത്തിയതിന് ശേഷമാണ് മഴയും കാറ്റും ഒക്കെയുള്ള ഒരു ക്ലൈമാക്സ് നന്നായിരിക്കും എന്നുള്ളൊരു ഐഡിയയിലേക്ക് പത്മരായ സാറും ഭരതേട്ടനും എത്തുന്നത്. അങ്ങനെ ആ മഴയും കാറ്റും എടുക്കാൻ വേണ്ടി തിരിച്ച് നെല്ലിയാമ്പതിയിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സർപ്പക്കാവ് മദ്രാസിലെ അരുണാചലം സ്റ്റുഡിയോയിൽ റീക്രിയേറ്റ് ചെയ്തതാണ്. ഇത്രയും കാലം ആരും അത് പിടിച്ചിട്ടില്ല. അത്രയും കാലം നമ്മൾ അത്രയും നേരം സിനിമയിൽ കാണുന്ന സർപ്പക്കാവല്ല ക്ലൈമാക്സിലുള്ളത് അരുണാചലം സ്റ്റുഡിയോയിൽ സെറ്റിട്ട സർപ്പക്കാവാണ്. അത് ഭരതൻ എന്നുള്ള ആർട്ട് ഡയറക്ടർ, അതിൻ്റെ ആ സിനിമയുടെ ആർട്ട് ഡയറക്ടർ കോന്നനാട്ട് സാറായിരുന്നു. എന്നാലും ഭരതേട്ടൻ എന്നുള്ള സംവിധായകൻ ഒരു കലാസംവിധായകനും കൂടി ആയതുകൊണ്ട് അത് വളരെ മനോഹരമായിട്ട് ഒട്ടും അറിയാത്ത രീതിയിൽ അവിടെ സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ശരിക്കും ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയായിരുന്നു രതിനിർവേദം എന്ന് പറയാം മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ. കാരണം സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയാൽ വൾഗാരിറ്റിയിലേക്ക് പോകാമായിരുന്നൊരു സബ്ജക്റ്റിനെയാണ് ഭരതൻ എന്നുള്ള സംവിധായകനും പപ്പേട്ടൻ എന്നുള്ള എഴുത്തുകാരനും കൂടി അതിനെ കറക്റ്റായിട്ടുള്ള അത് ഏതുവരെ പോവാം എന്നുള്ള ഒരു രീതിയിൽ അവർ കറക്റ്റായിട്ട് ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള പുതിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന് അതിനെ എന്താണോ ആ സിനിമയ്ക്ക് വേണ്ടെന്നുള്ള രീതിയിലേക്ക് കൊണ്ട് എത്തിച്ചത് അവർ ആ മഹാന്മാരായ രണ്ട് കലാകാരന്മാർ തന്നെയാണ്. എനിക്ക് അതിൻ്റെ ഏറ്റവും തമാശയായിട്ടുള്ളൊരു കാര്യം, ഒരു 10-25 കൊല്ലം കഴിഞ്ഞിട്ട് സിനിമ റിലീസായി 25-30 കൊല്ലത്തിന് ശേഷം ഇതിൻ്റെ ഒരു പുതിയ പ്രിൻ്റ് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ മദ്രാസിൽ താമസിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ മകളും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ ഈ ആലപ്പുഴ സൈഡിൽ കൂടെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പെട്രോൾ ബങ്കിൽ നിർത്തി പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുള്ള് ചെയ്തോളൂ എന്ന് പറഞ്ഞു, പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഈ പെട്രോൾ ബങ്കിൻ്റെ തൊട്ടപ്പുറത്ത് തിയേറ്ററിൽ ഈ രതിനിർവേദത്തിൻ്റെ പുതിയ പ്രിൻ്റ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഈ പയ്യൻ ആരാന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല, പെട്രോൾ ഒഴിക്കുന്ന പയ്യൻ. അവനിങ്ങനെ പെട്രോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാനാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലായത്. അപ്പോൾ അവൻ്റെ മുഖത്തൊരു ഭാവം ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞൊരു ഭാവം ഉണ്ടായി. അത് പപ്പു എന്നുള്ള കഥാപാത്രത്തിന് 30 കൊല്ലത്തിന് ശേഷവും കിട്ടിയ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നുള്ളൂ. ഒരിക്കലും ഞാനതൊരു നെഗറ്റീവായിട്ട് കരുതുന്നില്ല. കാരണം പലരും പറയും ആ രീതിയിലുള്ളൊരു സബ്ജക്റ്റ് എത്ര മോശമായിട്ട് തരം താണ രീതിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ മഹാന്മാരായ കലാകാരന്മാർ അതിൻ്റെ പിന്നിലുള്ളപ്പോൾ അതിനെ വൃത്തിയാക്കി എങ്ങനെ ഓഡിയൻസിൻ്റെ മുന്നിൽ തരേണ്ടതെന്നുള്ളത് അവർക്കറിയാമായിരുന്നു. അവർ മനോഹരമായൊരു ചിത്രം നമുക്ക് തരുകയും ചെയ്തു.